കേരളത്തിലെ 99% മലയാളികൾക്കും അറിയാത്ത ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതും നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ. എവിടെയാണെന്നല്ലേ, നമ്മുടെ സ്വന്തം പോത്തുകല്ല് മുണ്ടേരിയിലാണ് 1500 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു വിത്ത് കൃഷിത്തോട്ടമുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ നിറവ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി പരിപാടി നടന്നു വരുന്നുണ്ട്. ആ ഒരു സംഭവം ഇക്കൊല്ലം സ്റ്റാർട്ടായിട്ടുണ്ട്. ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെയാണ് ഇപ്പം നിറവ് എന്നുള്ള പരിപാടി സ്റ്റാർട്ടായിട്ടുള്ളത്. നിറവ് എന്ന് പറഞ്ഞാൽ കാർഷിക പ്രദർശന വിപണന മേള എന്നാണ് ശരിക്കും നിറവ് എന്ന് പറഞ്ഞാൽ. ഇത് സംഭവം എന്താണെന്ന് ഞാൻ വിവരിച്ചു തരാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ, വിത്തുകൾ, ചെടികൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്റ്റാളിട്ടാണ് പ്രദർശിപ്പിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ വിപണനം, അതായത് ഇത് വിൽക്കാനുള്ള ഒരു അവസരവും ഇത് വാങ്ങാനുള്ള ഒരു അവസരവും, ഇതാണ് ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വേറെ കാര്യങ്ങളും കൂടി ഇവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ. അപ്പോൾ ഈ നിറവിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ ഇവിടെ വേറെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. ഈ ഒരു എ ഫ്രെയിമിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ചെറിയൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ നല്ല നാടൻ പൂളിയും കപ്പിയും മധുരക്കേങ്ങും അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ കിട്ടും. ചെറിയ സ്റ്റാൾ, അതായത് ഈ ഒരു മുണ്ടേരി ഫാമിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടുക. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു കുരുവിക്കൂട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയും കൊണ്ടും മക്കളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അത്. ഒരുപാട് കൃഷികളും കൃഷിത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അടിപൊളി ഏർമാട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ മുതൽ മറ്റന്നാൾ മുതൽ ഇത് തകൃതിയായിട്ട് നമുക്ക് കാണാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഒരുങ്ങി കഴിയും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമുക്കുള്ള ഒരു ഏർമാടാണ് ഈ ഒരു സംഭവം സെറ്റാക്കി കൊടുക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കയറിയാണ്ട് കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഏർമാടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചാലിയാറിൻ്റെ ഒരു രക്ഷയില്ലാത്ത വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഏർമാടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെയൊക്കെ വർക്ക് 2, 3, 4 ആൾക്കാരൊക്കെ നിന്നിട്ടാണ് ഓരോ സംഭവത്തിൻ്റെയും വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് നമുക്കിത് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇത് സെറ്റായി തരും. അപ്പോൾ ഈ നിറവിനെ കുറിച്ച് ഇന്നേക്കാട്ടിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫായിട്ടില്ല നമ്മളെ ഏട്ടൻ്റെ പേരെന്തേലും മോഹൻദാസ് ഏട്ടൻ പറഞ്ഞു തരും ഇവിടുത്തെ കറക്റ്റ് എന്താണ് നിറവ്, എന്താ അതിലെ കറക്റ്റ് നമ്മൾ ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. നിറവ് എന്ന് പറഞ്ഞാൽ ഈ മുണ്ടേരി ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. ബ്ലോക്കില് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇത് കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലുകള്, കുരുവിക്കൂട്, തോണി കയറി ആടാനുള്ള സംഭവം, ദിനോസർ, കാഴ്ചകള്, വ്യൂ പോയിന്റ്, അതുപോലെ ഒരു വ്യൂ പോയിന്റ്. ചാലിയാറിന്റെ വശ്യമനോഹാരിത കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഏർമാടം പണിയുണ്ട്, അതിന്റെ വർക്കിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 4ാം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ? ഇവിടെ 5 ബ്ലോക്ക് ഉണ്ട് മൊത്തം അല്ലേ? ഓക്കെ. ഈ ഒരു 4ാം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഫോറസ്റ്റ് ആംബിയൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സംഭവമാണ്. ഈ ഒരു അവസരം കിട്ടുമ്പോഴൊന്നും നിങ്ങളിത് കളയരുത് അല്ലെ, മാക്സിമം എൻജോയ് ചെയ്യേണ്ട സംഭവമാണ്. ഈ ഒരു തോണി ഉണ്ടല്ലോ, അതൊരു നാച്ചുറൽ തോണിയാണ്. അത് നമ്മളെ ബാമ്പു മുള കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാച്ചുറൽ തോണി. ഇത് ഇവിടെ വരുന്ന കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഒരു സംഭവമാണ്. ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ആടാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റും. ഇതുപോലെ തന്നെ നല്ലൊരു ദിനോസർ ഉണ്ട്, അതിനെക്കുറിച്ച് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ചെറിയ സംഭവം എന്നല്ല, നല്ല ദിനോസറിനെ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിലാറ നല്ല ഹൈറ്റിലുള്ള ദിനോസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെയും മക്കളെയും ഫാമിലിയും കൊണ്ടുവന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിൽ എൻട്രി ടിക്കറ്റ് എന്ന് വരുന്നത് 30 രൂപയാണ്. ഇതിൻ്റെ കൂടുതൽ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്, വളരെ വെറൈറ്റിയിലും രസകരമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ മലയാളികൾക്ക് ഇല്ലാത്തൊരു സംഭവം കൂടിയാണിത്. ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ 2 ബോക്സ് വീതം ഇവർ മൊളിയിലല്ല നമ്മുടെ ഇലയിൽ തീർത്താണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കൊട്ടമാതിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ജൈവ മാലിന്യം ഇടാനും ഒന്ന് അജൈവ മാലിന്യം ഇടാനും. അപ്പോൾ അത് ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റാക്കിയാണ്ട് ഇടണം. അതല്ലെങ്കിൽ ഒരുപാട് വൃത്തിയേറാവുന്ന ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ആണ്, നമ്മളെ ഫോറസ്റ്റ് നമ്മളല്ലാതെ വേറെ ആരും കാക്കാനില്ല. ഇന്ന പോലത്തെ കുട്ടികൾക്ക് ഫോറസ്റ്റ് ആംബിയൻസിൽ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള ഒരു ചെറിയ സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ ആടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരുക്കി തരുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ഒഴിവാക്കരുത്, മിസ്സാക്കരുത്. മാക്സിമം
എൻജോയ് ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ നല്ലൊരു മല്ലികപ്പാടം കൂടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കാണാൻ. അതും ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഗുണ്ടൽപേട്ട അല്ലാതെ. ഇവിടെ പലവിധ വെറൈറ്റിയിൽ ഓരോ തോട്ടങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു തോട്ടമാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഏരിയയിൽ നല്ല കറുത്ത കറുമൂസ പപ്പായ എന്നൊക്കെ പേര് അറിയപ്പെടുന്ന ഈ ഒരു സംഭവം നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതും പൈത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ നല്ല കറക്റ്റ് സൈസായി നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. ഇതിൻ്റെ ചോട്ടിൽ തന്നെ ചീര, നല്ല ചുവന്ന ചീര, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഒരു പ്ലാവിൻ്റെ തോട്ടാണ്. നല്ല ഏരിയയിൽ ഇവിടെ വെറൈറ്റി ഇനം ചക്കകൾ, അതായത് പ്ലാവുകൾ ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുമൊക്കെ കായ്കൾ കിട്ടും കണ്ടില്ലേ. നല്ല രീതിയിൽ കാശ് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഈ ഫാമിൻ്റെ ഒക്കെ കുറച്ച് സെൻട്രൽ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. 360 ഡിഗ്രിയിൽ വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു കിടിലൻ ഗംഭീര സംഭവം. ഇവിടെ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതും ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ മലകളും കാര്യങ്ങളും സൺസെറ്റും ഈ ഒരു മൂഡും ആംബിയൻസ് ഒക്കെ ആയിട്ട് ഒരു വേറെ തന്നെ ഫീലാണ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിഭവനം ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ തൈകളും കാര്യങ്ങളൊക്കെ വാങ്ങാനും പോക്കുണ്ട്. ഈ കൃഷിഭവനക്ക് എവിടുന്ന തൈകൾ വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കൃഷിഭവനക്കൊക്കെ തൈകൾ വരുന്നത്. അത് മാത്രമല്ല കേരളത്തിലെ പല ഭാഗത്തേക്കും തെങ്ങിൻ തൈകൾ കയറ്റി വിടുന്നത് ഈ ഒരു ഫാമിൽ നിന്നാണ്. അതായത് പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ആ ഭാഗത്തേക്കൊക്കെ എല്ലാം തെങ്ങുകൾ ഏറ്റവും കൂടുതൽ കയറ്റി പോകുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾക്കും ഇവിടുന്ന് ലോഡുകൾ കയറ്റി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഫാമാണിത്. ഞാൻ പറഞ്ഞല്ലോ 1500 ഹെക്ടറിലാണ് ടോട്ടൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഈ 1500 ഹെക്ടറും കൃഷിയല്ല, അതിൽ കുറച്ച് ഭാഗം മാത്രമേ കൃഷിയുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഫോറസ്റ്റൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നല്ല വെറൈറ്റി രീതിയിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്ട് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട്. രാത്രിയൊക്കെ ഭയങ്കര ആംബിയൻസ് കാരണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ആർച്ച് ഉണ്ടെങ്കിൽ ഈ ആർച്ചുമേ നല്ല നാടൻ മത്തനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ സംഭവം കേട്ടോ. അതുകൊണ്ടില്ലേ ഡിസ്ക് മത്തനാ തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നൊന്നല്ല ഒരുപാടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളുണ്ട്. ഇതിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ റോസ് ഗാർഡൻ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഹെക്ടർ കണക്കിന് തെങ്ങും തോപ്പിൻ്റെ നടുവിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടത്തിൽ നല്ല സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളും ഗാനമേള, നാടൻപാട്ട് പരിപാടികളൊക്കെ ഇവിടെ അത് വേറെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെയുണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയിട്ടില്ല ഒരു കിടില സംഭവമാണ്. അപ്പോൾ എല്ലാവരും നിലമ്പൂർ, പോത്തുകല്ല്, മുണ്ടേരി ഈ ഒരു സർക്കാരിൻ്റെ ഫാമുക്ക് വന്നിട്ട് ഇത് മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അടിപൊളി പരിപാടിയാണ്, മിസ്സാക്കണം.